ഇപ്പൊ നമ്മളിപ്പോ 3 വരി പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം 6 വരി പാത. വൺ സൈഡ് 3 വരി പാത. അപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് റൈറ്റ് സൈഡ് പോവേണ്ട ആവശ്യം വന്നിട്ടുണ്ട്, ഇല്ലേ? ഇത് ശരിക്കും തമിഴ്നാട് തൊട്ട് ഉള്ളൊരു പ്രശ്നമാണ്. ഇവിടെ ഒരു ലൈൻ കണ്ടു. ഈ ലൈൻ ബൈക്ക് വന്നതാണെന്ന് അവരുടെ വിചാരം വെച്ചാൽ ആ സൈഡിൽ കൂടി ഓവർടേക്ക് ലെഫ്റ്റ് സൈഡ് അതിന് വരും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. അതിലൂടെ റോങ് സൈഡിൽ വണ്ടി വരും. ശരിക്കും ഈ ലൈനിൽ കൂടെ പോകണ്ടേ. ഇത് പ്രോ വെഹിക്കിൾ പോകുന്ന ലൈനാണ്. ഈ മൂന്നാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ലൈൻ, അത് ഓവർടേക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ലൈനാണ്. ഇത് ഇച്ചിരി സ്പീഡിൽ പോകുന്ന വണ്ടി പോകുന്ന ലൈനാണ് ഇപ്പുറത്തെ കാണുന്നത്. പക്ഷെ മിക്കവാറുള്ള ട്രക്കുകാർ മുഴുവൻ ഏറ്റവും ലാസ്റ്റ് ലൈനിൽ പിടിച്ചായിരിക്കും പോകുന്നത്. പ്രധാനമായിട്ടും ഇതുവഴി പോകുന്ന വലിയ ബുദ്ധിമുട്ടാണ് ഇവര് പോകുന്നത്. കാരണം ഈ ഇതുണ്ടോ നമ്മളെ ഈ ലൈനിൽ നമുക്ക് അതിൽ പോകുന്ന ഒരേപോലെ പിടിച്ചു പോകാൻ പറ്റും. ഇതുണ്ടോ അത് കാണിക്കും. ഓട്ടോ വരും. നമ്മൾ പറഞ്ഞില്ല അതിന് വണ്ടി പോകും. ഈ സൈഡിൽ കൂടെ ബൈക്കുകാർ നല്ലവണ്ണം ഓവർടേക്ക് ചെയ്തു. നമ്മൾ നടുക്കുന്ന ട്രാക്കിൽ പോയാൽ അത്രയും കുഴപ്പമില്ല. നടുക്കുന്ന ട്രാക്കിൽ പോയാൽ വേറെ പ്രശ്നമുണ്ട്. രണ്ട് സൈഡിലും ഒരേപോലെ നോട്ടം നിൽക്കണം. അതിനാണ് കൂടുതൽ വണ്ടിക്കാര് എനിക്ക് അങ്ങനെ ട്രാക്കിലൂടെ പോകും. അത് നിയമം പാലിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്രയും ദൂരം വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മള് തെറ്റിച്ചൊക്കെ ചെയ്താലേ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റൂ. നമ്മളെ വണ്ടിക്ക് ഒരു പറയുന്നത് ശരിയല്ല, ചെയ്യുന്നത് ശരിയല്ലെന്ന് അറിയാം. എന്നാലും പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇതാണ്. അങ്ങനെ ട്രാക്കിൽ പോയാല് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതുപോലെ ബൈക്കുകാരെല്ലാം കയറി വരും. ഇങ്ങേപ്പുറത്തൂടെ കയറുന്നത് നമുക്ക് കാണാം. നമ്മൾ എന്തെങ്കിലും കാരണം വെച്ചാൽ അങ്ങോട്ട് വല്ല ഓർക്കാതെ വല്ലതും വെട്ടിച്ച ആ സമയത്ത് വല്ലതും കയറി വന്ന് തട്ടി കഴിഞ്ഞാൽ പിടിക്കും. അത് പിന്നെ കഥ പരിപാടി. നമ്മള് മാക്സിമം കുഴപ്പമില്ല സമയത്ത് ഇടം സൈഡ് ട്രാക്കിൽ കൂടെ തന്നെ പോകാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ചില സമയത്ത് നമ്മൾ അങ്ങനെ പിന്നെ കുറെ പെട്ടെന്ന് വലിയ ട്രാക്കിൽ തന്നെ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ അങ്ങനെ പോകത്തില്ല. അവരുടെ കുറെ പിടിച്ചു വരെ പോകും. ഇടം സൈഡിൽ കൂടെ പോകണ ഒരു ബൈക്കിംഗ് ആയാലും നമ്മൾ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും വലം സൈഡ് പോയേ പറ്റും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകും. നമ്മുടെ പാലക്കാട് എന്ന നമ്മുടെ കോയമ്പത്തൂർ വരുന്ന റോഡിൽ കേരള പോലീസിന്റെ ബോർഡുണ്ട്. ട്രക്കുകളെല്ലാം ഇട സൈഡിൽ കൂടെ പോയാൽ പറ്റും. ഇല്ലെങ്കിൽ 1000 രൂപ ഫൈനാണ്. ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും എല്ലാ വണ്ടിയോടെ വരുമ്പോൾ ഇട സൈഡിൽ കൂടെ വണ്ടി ഓടിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ ബൈക്കുകാരൊക്കെ ആണെങ്കിലും അങ്ങനത്തെ ഇട സൈഡിൽ കൂടെ വരൂല. ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. ഇവിടെ മെയിനായിട്ട് ഓപ്പോസിറ്റും വണ്ടി വരും. എവിടെന്നാ ഇവര് കയറ്റി കൊണ്ട് വരുന്ന പിന്നെ സ്റ്റേറ്റ് മാറിയുള്ള വണ്ടി കണ്ടു കഴിഞ്ഞാല് നമ്മൾ ഏതാണ്ട് ഇവിടെ വരാൻ പാടില്ലാത്ത ആളാന്നുള്ളൊരു മനോഭാവം ഉണ്ട് ആൾക്കാർ. അതുകൊണ്ട് നിങ്ങൾ മാറ്റിക്കൊണ്ട് പോകാനുള്ള ലൈനിൽ അവർ വണ്ടി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏത് ഭാഗത്താണ് അങ്ങനെ